കാതറിൻ്റെ 17ാം പിറന്നാളായിരുന്നു. നോട്ടിംഗ് ഹില്ലിലുള്ള കാതറിൻ്റെ വീട്ടിൽ കൂട്ടുകാരികളെല്ലാം ഒത്തുകൂടി. ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് അവർ കാതറിൻ്റെ മുറിയിലേക്ക് നീങ്ങി. അവരിൽ ഒരാൾ പറഞ്ഞു, നമുക്ക് തുടങ്ങാം. കാതറിൻ്റെ മുഖം ഭയം കൊണ്ട് നിറഞ്ഞു. അവൾ പറഞ്ഞു, വേണ്ട. കൂട്ടുകാരികൾ അവളോട് ചോദിച്ചു, നീ ആദ്യം സമ്മതിച്ചതല്ലേ, പിന്നെ പെട്ടെന്ന് ഇപ്പം എന്ത് പറ്റി? കാതറിൻ പറഞ്ഞു, എനിക്ക് ശരിക്കും പേടിയാകുന്നു എന്ന്. ഉടൻ തന്നെ തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് റോസ് ചോദിച്ചു, നീ ഈ മണ്ടത്തരങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ഞാൻ ആദ്യം ചെയ്യാം. അവർ ആ മുറിയിലെ ലൈറ്റ് അണച്ചു. അപ്പോഴേക്കും ഒരു കൂട്ടുകാരി ഒരു മെഴുകുതിരി കത്തിച്ച് റോസിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അവൾ അതുമായി പതുക്കെ കണ്ണാടിയുടെ മുന്നിലേക്ക് നീങ്ങി. ഇതെല്ലാം മണ്ടത്തരങ്ങളാണെന്ന് പറഞ്ഞെങ്കിലും അവളുടെ ഉള്ളിൽ ഭയമുണ്ടായിരുന്നു. എങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ അവൾ പതുക്കെ അത് പറഞ്ഞു തുടങ്ങി. ബ്ലഡി മേരി, ബ്ലഡി മേരി, ബ്ലഡി മേരി. പറഞ്ഞു തീർന്നു നോക്കിയപ്പോൾ കണ്ണാടിയിൽ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ്റെ മുഖം തെളിഞ്ഞു വന്നു. അത് കണ്ട് കൂട്ടുകാരികളെല്ലാം അത്ഭുതപ്പെട്ടു. എല്ലാവർക്കും അത് ട്രൈ ചെയ്യാൻ ഒരു ആവേശമായി. അടുത്ത പെൺകുട്ടിയും ബ്ലഡി മേരി എന്ന് 3 തവണ പറഞ്ഞു. കണ്ണാടിയിൽ മറ്റൊരു സുന്ദരമുഖം തെളിഞ്ഞു. അവിടെ കൂടിയിരുന്ന ബാക്കിയുള്ള പെൺകുട്ടികളും ഇത് ആവർത്തിച്ചു. ഒടുവിൽ കാതറിൻ്റെ ഊഴമെത്തി. അപ്പോഴേക്കും അവളുടെ മനസ്സിലെ ഭയമൊക്കെ കുറഞ്ഞിരുന്നു. മെഴുകുതിരിയുമായി കണ്ണാടിയുടെ മുന്നിലെത്തിയ കാതറിൻ ആ പേര് 3 തവണ ഉരുവിട്ടു. ബ്ലഡി മേരി, ബ്ലഡി മേരി, ബ്ലഡി മേരി. പക്ഷേ കണ്ണാടിയിൽ തെളിഞ്ഞ രൂപം കണ്ട് കാതറിൻ ഞെട്ടിവിറച്ചു. അവൾ കണ്ണാടിയിൽ കണ്ടത് ഒരു വികൃതമായ ഒരു അസ്ഥിക്കൂടത്തിൻ്റെ രൂപമായിരുന്നു. ഉടൻ തന്നെ റോസ് ആ മുറിയിലെ ലൈറ്റ് ഓൺ ചെയ്തു. അല്പം കഴിഞ്ഞ് കൂട്ടുകാരികളെല്ലാം അവിടുന്ന് പോയി. ഒറ്റയ്ക്കിരുന്ന് താൻ കണ്ണാടിയിൽ കണ്ട കാഴ്ച മറക്കാൻ ശ്രമിക്കുകയായിരുന്നു കാതറിൻ. പക്ഷേ ഓരോ തവണ ശ്രമിക്കുമ്പോഴും ആ രൂപം അവളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും തെളിഞ്ഞു വന്നു. പക്ഷേ എന്തുകൊണ്ടാണ് താൻ ആ അസ്ഥിക്കുടം കണ്ടതെന്ന് അവൾ ചിന്തിച്ചു. പെട്ടെന്ന് ഒരു നോക്ക് ചെയ്യുന്ന ശബ്ദം. അവൾ ഞെട്ടി ഉണർന്നു. തൻ്റെ ജനാലയിൽ ആരോ മുട്ടുന്നത് പോലെ അവൾക്ക് തോന്നി. അവൾ പതുക്കെ ജനലിൻ്റെ അടുത്തേക്ക് നടന്നു. പക്ഷെ അവിടെ ആരെയും അവൾക്ക് കാണാൻ സാധിച്ചില്ല. അവൾ പതുക്കെ ആ ജനാല തുറന്നു. വീടിൻ്റെ പുറവും വിജനമായിരുന്നു. അങ്ങനെ നിൽക്കെ വീണ്ടും അതേ ശബ്ദം. അവൾ കാതു പൊറിപ്പിച്ചു. ഇപ്പോഴാ ശബ്ദം തൻ്റെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതായി അവൾക്ക് തോന്നി. അവൾ പതുക്കെ അങ്ങോട്ട് നീങ്ങി. അവിടെ എത്തിയപ്പോൾ കണ്ണാടിയിൽ ചെറിയ ക്രാക്സ് വീണിട്ടുണ്ടായിരുന്നു. അവൾ അതിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ ക്രാക്സ് വലുതായി തെളിഞ്ഞു വരാൻ തുടങ്ങി. അപ്പോഴവൾ ശ്രദ്ധിച്ച് കണ്ണാടിയിൽ തൻ്റെ പുറകിൽ ചോരയിൽ കുളിച്ചൊരു സ്ത്രീരൂപം. പേടിച്ച് തിരിഞ്ഞു നോക്കിയ അവൾക്ക് അവിടെ ഒന്നും കാണാൻ സാധിച്ചില്ല. വീണ്ടും കണ്ണാടിയിൽ നോക്കിയപ്പോൾ ആ രൂപം അവളുടെ തൊട്ടടുത്തെത്തിയിരുന്നു. പിന്നീട് അവൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് ആർക്കും അറിയില്ല. നിന്ന നിൽപ്പിൽ മാഞ്ഞുപോയി കാതറിൻ. എന്താണ് ബ്ലഡി മേരി? എന്തുകൊണ്ടാണ് മറ്റുള്ളവർ സുന്ദരന്മാരായ പുരുഷന്മാരുടെ മുഖവും കാതറിൻ അസ്ഥിക്കൂടവും കണ്ടത്? എന്താണ് അതിൻ്റെ അർത്ഥം? ഏകദേശം 18ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്താണ് യൂറോപ്പിൽ, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ, ബ്ലഡി മേരി എന്ന അർബൻ ലെജൻഡ് നിലനിന്നിരുന്നത്. ഇത് പെൺകുട്ടികളുടെ സ്ലീപ്പ് ഓവറിനും ഗെറ്റ് ടുഗദറിനും ഇടയിൽ അവർ ചെയ്തിരുന്ന ഒരു ചെറിയ കളിയായിരുന്നു. ഇരുട്ടുള്ള മുറിയിൽ ഒരു മെഴുകുതിരി കത്തിച്ച് കണ്ണാടിയിൽ നോക്കി 3 തവണ ബ്ലഡി മേരി എന്ന് വിളിച്ചാൽ താങ്കൾ വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനെ കാണാൻ സാധിക്കുമെന്നാണ് വിശ്വാസം. ഇനി കണ്ണാടിയിൽ ഒരു അസ്ഥിക്കൂടത്തിൻ്റെ രൂപമാണ് തെളിയുന്നതെങ്കിൽ ആ പെൺകുട്ടി വിവാഹത്തിന് മുന്നേ മരണപ്പെടും എന്നും. ഇതിൻ്റെ വേറെ പതിപ്പുകളുമുണ്ട്. ഇരുട്ടിൽ കണ്ണാടി നോക്കി 3 തവണ ബ്ലഡി മേരി എന്ന് പറഞ്ഞാൽ ഒരു ഭീകരമായ സ്ത്രീ വന്ന് മുഖം ചീന്തിക്കൊണ്ടു പോകുമെന്നും, അതുപോലെ തന്നെ ഹെൽ മേരി എന്ന് 7 വട്ടം പറഞ്ഞാൽ സാത്താൻ വരുമെന്നുള്ള വിശ്വാസങ്ങളുമുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഉറവിടം ആ കാലത്ത് അമേരിക്കയിൽ പ്രചരിച്ചിരുന്ന മിറർ വിച്ച് എന്ന ഫോക്ക് ലോറാവാം. ദേശങ്ങൾ കടന്ന് അത് ഇംഗ്ലണ്ടിലെത്തിയപ്പോൾ അത് ഈ രൂപത്തിലായതാവാം. എങ്കിലും പൊതുവെ ബ്ലഡി മേരി എന്ന അർബൻ ലെജൻഡിനെ 1553 മുതൽ 1558 വരെയുള്ള 5 കൊല്ലം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ രാജ്ഞിയായ മേരി 1 അല്ലെങ്കിൽ മേരി ടുഡോർ ആയി ബന്ധപ്പെടുത്തിയാണ് പറയാറ്. റോമൻ കാത്തലിസം ഇംഗ്ലണ്ടിൽ തിരിച്ചു കൊണ്ടുവരാനായി 100ഓളം പ്രൊട്ടസ്റ്റന്റുകളെ അഗ്നിക്കിരയാക്കിയ മേരിയെയാണ് ബ്ലഡി മേരിയാക്കി മാറ്റിയത്. മേരിയുടെ ക്രൂരത ഇതിൽ മാത്രം ഒതുങ്ങിയില്ല. തൻ്റെ സൗന്ദര്യം നിലനിർത്താനായി മേരി യുവതികളെ കൊന്നൊടുക്കി അവരുടെ രക്തത്തിൽ കുളിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. ഇംഗ്ലീഷ് രാജാവായ ഹെൻറി 8ൻ്റെയും കാത്തറിൻ ഓഫ് അരഗോണിൻ്റെയും മകളായിരുന്നു മേരി.
1555 മേരി ഒരു കുഞ്ഞിന് ജന്മം നൽകി എന്ന് വാർത്ത പരന്നു. പക്ഷേ ശരിക്കും അവിടെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. 37-ാം വയസ്സിൽ സ്പാനിഷ് രാജകുമാരനായ ഫിലിപ്പ് രണ്ടാമനുമായി വിവാഹം ചെയ്ത മേരിക്ക് അമ്മയാകാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ വിവാഹത്തിന് ശേഷം അവരുടെ വയറ് വീർത്തു വന്നു. അവർ ഗർഭിണിയാണെന്നുള്ള കഥകൾക്ക് തുടക്കമിട്ടു. യഥാർത്ഥത്തിൽ അത് ഫാൾസ് പ്രഗ്നൻസി അല്ലെങ്കിൽ ഫാൻഡം പ്രഗ്നൻസി എന്നൊരവസ്ഥയായിരുന്നു. ശരിക്കും ഗർഭിണി അല്ലെങ്കിൽ കൂടി ഗർഭിണികൾക്കുള്ള എല്ലാ ലക്ഷണവും കാണിക്കുന്ന ഒരവസ്ഥ. കൊട്ടാരത്തിലെ ഡോക്ടർമാരും മേരി ഗർഭിണിയാണെന്ന് വിശ്വസിച്ചു. എന്നാൽ മാസങ്ങളേറെ കഴിഞ്ഞിട്ടും മേരിക്ക് പ്രസവിക്കാനായില്ല. ഒടുവിൽ സത്യം മനസ്സിലാക്കിയ നാട്ടുകാർ മേരിക്കെതിരെ തിരിഞ്ഞു. പ്രൊട്ടസ്റ്റന്റുകളുടെ മരണവും മേരിയെ ജനങ്ങളിൽ നിന്ന് അകറ്റി. ഒടുവിൽ 1558 48-ാം വയസ്സിൽ മേരി മരിക്കുകയും അവരുടെ അർദ്ധ സഹോദരിയായ എലിസബത്ത് അധികാരമേൽക്കുകയും ചെയ്തു. ഇതല്ല, പണ്ട് ഇംഗ്ലണ്ടിൽ വിച്ച് ഹണ്ടിങ്ങിനിടയിൽ ചുട്ടരിക്കപ്പെട്ട മേരി എന്ന ദുർമന്ത്രവാദിനിയുടെ ആത്മാവാണ് ബ്ലഡി മേരി എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷെ സയന്റിസ്റ്റുകളുടെ അഭിപ്രായം മറ്റൊന്നാണ്. അരണ്ട വെളിച്ചവും നിശബ്ദതയും ഭയവും നമ്മുടെ കണ്ണാടി കാഴ്ചകളെ ഹാലൂസിനേറ്റ് ചെയ്യിപ്പിക്കും. ഒരാൾ നമുക്ക് വളരെ ഇഷ്ടമാണെങ്കിൽ അയാളുടെ രൂപം കണ്ണാടിയിൽ തെളിഞ്ഞു വരും. അതുപോലെ പ്രത്യേകിച്ച് ആരോടും ഒരു താല്പര്യമില്ലെങ്കിൽ അസ്ഥിക്കൂടം കണ്ടേക്കുമെന്നുള്ള ഭയം അസ്ഥിക്കൂടത്തെ കണ്ണാടിയിൽ പ്രതിഫലിപ്പിക്കും എന്നാണ് പറയുന്നത്. എന്തായാലും ഇതാർക്കും പരീക്ഷ നോക്കാം, ബട്ട് അറ്റ് യുവർ ഓൺ റിസ്ക്. നിങ്ങൾക്കിതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പ്രാവശ്യം ഞങ്ങൾ മറ്റൊരു അർബൻ ലെജൻഡിനെ പരിചയപ്പെടുത്തും. അതുവരെ സ്റ്റേ ലൈവ്.